ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2095 സെപ്റ്റംബർ മാസം 25-ാം തീയതി 268-ാമത്തെ ദിവസത്തിലെത്തി. നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നതും ആരാധിക്കുന്നതും ആദരിക്കുന്നതും ഒക്കെ ചില ആനുകൂല്യങ്ങൾ അവിടുന്ന് നമുക്ക് ചെയ്തു തരുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മളെ കരുതുകയും നമുക്ക് കാവലാകുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്നത് കൊണ്ടും ഇനിയും അത് മുമ്പോട്ട് ചെയ്തു തരണം എന്നുള്ളത് കൊണ്ടും നമ്മളിങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ്. ഓരോ മനുഷ്യൻ്റെയും ദൈവവിശ്വാസത്തെ എപ്പോഴെങ്കിലുമൊക്കെ ഓരോരുത്തരും ഒന്ന് സ്വയം പരിശോധിച്ച് അതിനെ ബോധ്യപ്പെടാൻ മാത്രമല്ല, അതിനെ ഒന്ന് രാഗി മിനുക്കി ശുദ്ധീകരിക്കേണ്ടതും എത്രയോ ആവശ്യമാണ്. ശരിക്കും ദൈവബന്ധം എങ്ങനെയാണ്? ചില കൊടുക്കൽ വാങ്ങലുകൾ മാത്രമായി നമ്മളുടെ ദൈവബന്ധം മാറിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പ്രാർത്ഥന കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു, നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നു, ആരാധനയിൽ ബലിയിലും സംബന്ധിക്കുന്നു. ഇതെല്ലാം ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരികെ എനിക്ക് ആവശ്യമുള്ള സകലതും ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു, കിട്ടണമല്ലോ. ഇങ്ങനെയൊരു ക്രയവിക്രയ ഏർപ്പാടാണോ ദൈവവുമായിട്ട്? ഇയ്യോബിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിലൂടെ പുസ്തകം മൊത്തം ഒന്ന് വായിക്കാവും. 42 അധ്യായങ്ങളേ ഉള്ളൂ. കാര്യമായിട്ട് മനസ്സ് വെച്ച് കവിത പോലെയുള്ള പുസ്തകമാണ്. ലോകത്തിൽ ഇത്രയധികം വായിക്കപ്പെട്ട പുസ്തകങ്ങൾ കുറവാണ് ജോബിന്റെ പുസ്തകം പോലെ. സാത്താൻ പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തോട്. അവനിങ്ങനെ നീതിമാനായും നിഷ്കളങ്കനായും വലിയ ഭക്തനായും നിന്നിൽ ആശ്രയിച്ച് നിന്നോട് ചേർന്നും ചാരി നിൽക്കുന്നത് വെറുതെയൊന്നുമല്ല. നീ അവനെയും അവന്റെ കുടുംബത്തെയും അവന്റെ സമ്പത്തുകളെയും വിഭവങ്ങളെയും ഒക്കെ വേലികെട്ടി സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. ദൈവം എന്തൊക്കെയോ തരുന്നത് കൊണ്ടും കൊടുക്കുന്നത് കൊണ്ടും ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ സ്വീകരിക്കുന്നത് കൊണ്ടും മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ആ ചാരത്ത് വന്നിങ്ങനെ അണയുന്നത്, നമ്മളെ തന്നെ അർപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് ലജ്ജാവഹമായ കാര്യമാണ്. കുറെ കൂടിയൊക്കെ ഒരു മാന്യമായിട്ടും കുലീനമായിട്ടും ഒരു ബന്ധം ദൈവവുമായിട്ട് നമുക്ക് ഉണ്ടാവണ്ടേ. യോബിന്റെ ക്ലാസ് മറുപടി ഉണ്ടല്ലോ, ഞാൻ നഗ്നനായിട്ടാണ് വന്നത്, ഞാൻ നഗ്നനായിട്ട് തന്നെ മടങ്ങിപ്പോകാനായിട്ട് സന്നദ്ധനാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതി. ഈ ദൈവത്തിൽ നിന്ന് നന്മ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധമൊന്നും എനിക്കില്ല. ദൈവം തരുന്ന എന്തും അത് എന്തുമാത്രം കയ്പുള്ള കഠിനമായ അസഹനീയമായ പാനപാത്രമായിരുന്നാലും കുഴപ്പമില്ല എന്ന് പറയാനായിട്ട് യോബിന് സാധിച്ചെങ്കിൽ ഈ യോബിനെ നമ്മളെപ്പോഴാണ് പരിചയപ്പെടുക? പ്രാർത്ഥനയോടുകൂടി. ആമേൻ.